കുറേ യാത്രകൾ ചെയ്യുന്ന ആളാണ് കോഴിക്കോട്ടെ അജിത് കുമാർ. അങ്ങനെയാണ് മൂപ്പർക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. ഉപയോഗിച്ച് മതിയായ കേടാവാത്ത സാധനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പോവുകയും ചെയ്യാം. ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സ്റ്റേറ്റ്സിലും പോകാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചില മെട്രോ സിറ്റീസിൽ ഈ കാരുണ്യമതിൽ എന്ന് പറഞ്ഞ വാൾ ഓഫ് കൈൻഡ്നെസ് കണ്ടിരുന്നത്. നമ്മളുടെ വീട്ടിൽ നമ്മളൊരു 6 മാസമായി നമ്മൾ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഇടാനോ അങ്ങനെ എന്തോ വാങ്ങിയായിരിക്കും സംഭവം. ഡ്രസ്സുകളായാലും പല സാധനങ്ങളായാലും ഇപ്പം വെച്ചാൽ നമ്മൾ ഈ ഇൻ്റർനെറ്റ് ഇറയായതുകൊണ്ട് നമ്മൾ പല സാധനങ്ങളും വെറുതെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നമ്മൾ വീട്ടിൽ വരുത്തിക്കുന്നു, പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നില്ല സംഭവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാൾ ഓഫ് കൈൻഡ്നെസ് എന്ന ആശയം തുടങ്ങിയത് ഇറാനിലാണത്രേ. തണുപ്പ് രാജ്യങ്ങളിൽ നമുക്ക് എക്സ്ട്രാ ഡ്രസ്സസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോട്ട് അത് കാര്യങ്ങളുണ്ടെങ്കിൽ ചുമരുമ്മലൊരു ആണി തൂക്കി അവിടെ കൊണ്ട് തൂക്കുകയായിരുന്നു അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പം അതങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പം ടർക്കി പിന്നെ പല രാജ്യങ്ങളിലും പോയി അങ്ങനെ ഇന്ത്യയിലും എത്തി. അമൃത്സർ, ചണ്ഡീഗഡ്, ചെന്നൈ, ബാംഗ്ലൂർ പല സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവിടെ. അപ്പോൾ കേരളത്തിൽ നമുക്ക് മഴ ഒരു മുഖ്യ ഘടകമായതുകൊണ്ട് നമുക്കപ്പോൾ അത് ഓപ്പണായിട്ട് നമുക്കൊരു ചുമര് സൃഷ്ടിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു ഷെഡ് നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷെഡ് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അത് മെറ്റീരിയലൈസ് ചെയ്തു. സംരംഭം തുടങ്ങാൻ ഇവർക്ക് കുറേ പേരുടെ സഹായവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാറാടൻ സുലൈമാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണത്. ഇതപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് തരികയത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളുണ്ട്, 1980 അലൂമിനി, പിന്നെ ട്രാവൽ വാലറ്റ്, കാലിക്കറ്റ് ലേഡീസ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് 69 ക്ലബ്ബ് അവർ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. പിന്നെ 41ers ക്ലബ്ബ് ഓഫ് ഇന്ത്യൻ്റെ കാലിക്കറ്റ് 259 ക്ലബ്ബ് നമ്പർ അവരും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. പിന്നെ ബ്രൂക്ക് ഫെയിംസ്, പിന്നെ ഡെൽസൺ എനർജി, ഒരു സോളാറിൻ്റെ പവർ ഇവരൊക്കെ തന്നു. സാധനങ്ങൾ വാങ്ങാൻ ചെറിയ ചില നിയമങ്ങളുണ്ട്. മാസത്തിൽ നമ്മളൊരു കാർഡ് കൊടുക്കുന്നുണ്ട്, ബെനിഫിഷ്യറി കാർഡ്. വൺസ് എ മന്ത് ദേ ക്യാൻ കം ആൻഡ് ദേ ക്യാൻ ടേക്ക് മിനിമം 5 clothes. ബട്ട് ഇഫ് ദേ റിയലി നീഡി ദെൻ വി ഡോണ്ട് കീപ് ദാറ്റ് സ്ട്രിക്റ്റ് 5 clothes റൂൾ. അങ്ങനെ ഡാമേജ് ക്ലോത്ത്സ് ഒന്നുമല്ല, ഒക്കെ നീറ്റായിട്ട് അയൺ ചെയ്ത് നന്നായി കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹു ആർ ദ പീപ്പിൾ ഹു ആർ ഡൊണേറ്റിംഗ് ക്ലോത്ത്സ്. പ്ലെൻറ്റി ഓഫ് ആൾക്കാർ വരുന്നുണ്ട്. ഡെയിലി നമുക്കൊരു 10 to 15 ആൾക്കാരെ വരും. വി ആർ ഓപ്പൺ ഫ്രം 4 to 8 ഓൺ എല്ലാ വീക്ക് ഡേയിലൊക്കെ. പിന്നെ സാറ്റർഡേ മോർണിംഗ് ഓൾസോ ഓപ്പൺ ആണ് 9 to 12. ഇതൊരു സ്റ്റോർ എഫക്റ്റാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ചാരിറ്റി ആണെന്ന് തോന്നുന്നില്ല. മീൻസ് അവർ വന്ന് അവരായിട്ട് ചൂസ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള സൈസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർക്കതൊരു സ്റ്റോർ ഫീലിംഗാണ്. അപ്പോൾ അവർ സ്റ്റോറിൽ നിന്ന് ആൻഡ് ഫ്രീ ആണെന്ന് നമ്മളത് എടുത്ത് പറയുന്നില്ല. അവർക്ക് അങ്ങനെ തോന്നുന്നു ഫീലിങ്ങും വരുന്നില്ല. നമ്മളവർ ജസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ ചാരിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിടും, അത് എടുത്തുകൊണ്ട് പോകും, അങ്ങനെയല്ലേ. ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ മെയിൽ ഫീമെയിൽ കുട്ടികൾക്ക് അങ്ങനെ. അപ്പോൾ അവർക്ക് ദേ ഫീൽ വെരി ഹാപ്പി. ഈ കിടിലൻ ആശയം നാട് മുഴുവൻ വന്നാൽ അടിപൊളിയായിരിക്കും അല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.